ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയാലോ. പൊറോട്ട എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ പൊറോട്ട എന്നല്ല പറയുന്നത് കേട്ടോ, പറാട്ട എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പൊറോട്ടതായോ എന്നുള്ളൊരു ഡയലോഗ് അല്ലാതെ വേറെ വായിൽ നിന്നൊന്നും വരാറില്ല. ഇപ്പം അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊറോട്ട കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ ഇന്നൊന്ന് ഒരു പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റായി. ഇതിപ്പം പരത്തുന്നതൊക്കെ വീഡിയോ ഒക്കെയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് ഞാനവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ നല്ലതായിട്ടേ ഉണ്ടാക്കുള്ളൂ, ഇങ്ങനെ നല്ല വലിപ്പത്തിലൊക്കെ ഉള്ള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മൈദയൊക്കെ എല്ലാം കുഴച്ചു. ഇന്ന് അപ്പം ചിക്കനാണ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പൊറോട്ടയും ചിക്കൻ കറിയായിട്ട്. വീഡിയോ എടുക്കാനും വേണമല്ലോ ഒരാൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരോട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കെട്ടിയവനും വന്നിരുന്ന് പരത്താൻ തുടങ്ങി ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. കോലമൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, വീട്ടിലിങ്ങനെയൊക്കെയാണ് എല്ലാവരും, വീട്ടിൽ ഈ കോലത്തിലൊക്കെ ആണല്ലോ. പക്ഷെ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വഴക്ക് പറയാനിരുന്നു, കാരണം ഇത് നമ്മളുണ്ടാക്കുന്ന പോലെ ഒന്ന് സെറ്റായി പുള്ളിക്കാരൻ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ മാക്സിമം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തുകൊണ്ട് കണ്ടതുകൊണ്ട് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ പരത്തുന്നൊരു വീഡിയോ ആണ്, ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. സ്പേസൊക്കെ കുറച്ച് കൂടി വേണം ഉണ്ടാക്കാൻ. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട്. അപ്പം എല്ലാവരും ക്ഷമിക്കണം എന്നോട് എൻ്റെ പൊറോട്ടയുടെ കോലം കണ്ടിട്ട്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ ഒരു സോഫ്റ്റ്നെസ് കുറവായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ മിക്സ് ചെയ്ത സമയത്ത് ഞാൻ ചേരുവകളൊക്കെ ഒരു പക്ഷേ ഇല്ല, കുറവായിരുന്നു കാണാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു സോഫ്റ്റ്നെസ് വളരെ കുറവായിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ കറിയുടെ ഗ്രേവിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ കൂടുതൽ നോക്കുമ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓഫല്ലേ, അപ്പോൾ ഓഫുള്ള ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. കാരണം വീക്ക് ഡേയ്സിലെല്ലാം നമുക്ക് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ബിസിയാണല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനൊരു മനസ്സ് തോന്നിയാൽ നമുക്കത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താ അല്ലെ പിന്നെ സൺഡേ ആവട്ടെ എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും. പക്ഷേ സൺഡേ ആകുമ്പോഴോ നമുക്ക് ഇഷ്ടം പോലെ വർക്കുണ്ടാകും. നമുക്ക് തുണി കഴുകണം, നമുക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നോക്കണം. അപ്പം ജസ്റ്റ് എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ സൈഡ് വെച്ച് അപ്പം ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചൊന്ന് സോഫ്റ്റ് ആവാൻ. പക്ഷേ ലെയർ അധികം വന്നില്ല കേട്ടോ, വിചാരിച്ച പോലെ ഇത്തിരി ലെയർ വന്നില്ല. എങ്കിൽ തന്നെയും കുഴപ്പമില്ല, സോഫ്റ്റ് ചെറുതായിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ കൊണ്ട് പറ്റുന്നില്ല, കാരണം ചൂടായതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയവനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാണ് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ലാന്ന്, ചെറിയ സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിലും പ്രശ്നമില്ല, നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവരും പൊറോട്ടയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ടൈം കിട്ടും. പക്ഷേ നമ്മൾ കേരളത്തിലാണെങ്കിൽ പുള്ളിക്കാരൻ കേരളത്തിൽ വരുമ്പോഴത്തേക്കിന് എപ്പോഴും എന്നോട് പറയും നമുക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കണം, അല്ലെ പൊറോട്ടയും ബീഫും കഴിക്കണം എന്ന് എപ്പോഴും എന്നോട് പറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ എപ്പോഴും പൊറോട്ടയും ബീഫും ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും